ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാബിറ്റ്സ് ഓഫ് കിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് BSc നഴ്സിംഗിൻ്റെ എക്സാം എഴുതാൻ പോവാണ്. ഇന്ന് ജൂൺ 9 കേട്ടോ. BSc നഴ്സിംഗിൻ്റെ എക്സാം എഴുതാൻ പോകുന്നത്. ഞാൻ BSc ചേർന്നെങ്കിൽ BSc നഴ്സിംഗ് ഫസ്റ്റ് ആ തുരയുള്ളപ്പോൾ ഞാൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സാമാണ് ഇന്ന്. ഡ്രസ് കോഡ് ഒന്നും പറഞ്ഞിട്ട് അവർ ഞാൻ നീറ്റ് എക്സാം എഴുതിയപ്പോൾ ഞാൻ മടുത്ത് ഡ്രസ് കോഡിൻ്റെ കാര്യം. അവർ കുറേ തേങ്ങയും മാങ്ങിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു തേങ്ങ അവിടെ പോയാൽ ഇതാവില്ല കേട്ടോ. ഞാൻ എൻ്റെ അമ്മയുടെ ചുരിദാറടക്കം വെട്ടി അതിന് വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോൾ കുട്ടികൾ ഫുൾ കൈയിട്ടുള്ള വരുന്നു, ജീൻസ് ഇട്ട് വരുന്നു, ബട്ടൺസ് ഉള്ളതിട്ട് വരുന്നു, എന്തൊക്കെയായിരുന്നു അവിടെ പോയിരുന്നു കേട്ടോ. അവിടെ പോയിട്ടൊക്കെ ഒരു ദേഷ്യം കയറിയിട്ട് അതോടൊക്കെ ഞാൻ അഡ്മിറ്റ് കാർഡിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, അഡ്മിറ്റ് കാർഡിൽ എന്താ ലാർജ് ബട്ടൺ ഉള്ളത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമേ. പിന്നെ ചെരുപ്പ് സിംഗിൾ സ്ട്രാപ്പ് ഉള്ളത് അല്ലെങ്കിൽ ചെറിയതുള്ളത് മതി പറഞ്ഞിട്ടോ. അതുകൊണ്ട് അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. വേറൊരു തേങ്ങ ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് നീറ്റ് എക്സാം എഴുതിക്ക് മടുത്തിരിക്കുന്നു. അപ്പോൾ ഞാനും അച്ഛനും കൂടി ബൈക്കുമായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു, പിന്നെ ബൈക്കുമേയാണ്. സ്കൂളൊന്നും വെച്ചിട്ടല്ല, ഏത് ജ്യോതി ടെക്നോളജീസിൽ വെച്ചിട്ടാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല എവിടെയാണ്. അപ്പം നമുക്ക് പോകാം. മമ്മി അതാ വെക്കുന്നുണ്ട്. അപ്പൊ പോയിട്ട് വരാൻ തരാം. എക്സാം ഒക്കെ കഴിഞ്ഞു. കണ്ടോ കയ്യിലൊരു പച്ച സാധനം കണ്ടു. അങ്ങനെ ഗൈസ് എക്സാം കഴിഞ്ഞു. എക്സാമിൻ്റെ അവിടെ നിന്നിട്ടാണ് ഈ സാധനം ഈ പച്ചബാൻഡൊക്കെ വന്നിട്ടുണ്ട്. എക്സാം എങ്ങനെയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എക്സാം ലാബിലാണ് ഞാൻ അവിടെ പോയിട്ടാണ് അറിയണത്. ലാബിൽ വെച്ചിട്ടാണ് എക്സാം. കമ്പ്യൂട്ടർ ബേസ്ഡാണെന്ന് എനിക്കൊരു ബോധമുണ്ടായിരുന്നു. ഞാൻ OMR അയച്ചിട്ടാണ് പോയത്. പിന്നെ എക്സാം കുഴപ്പമില്ല. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ വെച്ചാൽ പിന്നെ അവിടെ പോയപ്പോൾ ഞാൻ എന്താ പറയുക എക്സാം എനിക്കറിയില്ല, ഒത്തിരി അറിയില്ല. അപ്പോൾ ഞാൻ അണ്ടക്കമുണ്ടൊക്കെ ഡാമ്പും അതെടുക്കുന്നു. അപ്പോൾ എടുക്കുമ്പോൾ അവിടുത്തെ 2 ഇൻവിജിലേറ്റർമാർ കണ്ടു ചിരിപ്പിച്ചിട്ടുണ്ട്. വരുമ്പോഴടക്കം എന്നെ ചിരിപ്പിച്ചതാണ് വിട്ട അവിടെ. അങ്ങനെയായിരുന്നു. ഒരു കാര്യം അറിയില്ല, വെറുതെ പോയി എക്സാം അറ്റൻഡ് ചെയ്ത് അത്രേ ഉള്ളൂ. എക്സാം അറ്റൻഡ് ചെയ്ത് പൈസ കൊടുത്തതിന് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ, അത്രേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല ലേറ്റ് ആയിട്ടാണ് വിട്ടത്. നല്ലൊരു ഭ്രാന്ത് പിടിച്ച് കൂടി വിടുന്നത്. നേരത്തെ കുറേ ഒരു ഭാഗം അവിടുന്ന് തിന്നാൻ തന്നെ ഒരു കുപ്പി പച്ചവെള്ളം മാത്രമാണ് കുടിക്കാൻ തന്നത്. ഒരു ഭാഗം ഒരു നീറ്റ് എക്സാമിന് പോയിട്ട് ബിസ്ക്കറ്റെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് പോലും തന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പം അതാ കഴിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ കഴിക്കാം. ഞാൻ അൽഫാം കഴിച്ചു, ചീസി അൽഫാം. വീട്ടിൽ പോവാട്ടാ. വെയ്യ ചത്തിരിക്കുന്ന മനുഷ്യ വെയ്യാണ്ടേ പണ്ടാറടങ്ങി അതിൻ്റെ ഉള്ളിൽ പോയി ഇരുന്നിരുന്നിരുന്നു. ഒരു ബിസ്ക്കറ്റ് പോലും തന്നില്ല വൃത്തിയോട്ടന്മാർ. സങ്കടമൊന്നുമില്ല, ചെറിയ വിഷമുണ്ടെന്നാൽ. നമ്മളിതാ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ആകെ വെയ്യാണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എക്സാം ഇഷ്ടമായില്ല. എന്തുകൂടെ എക്സാമായിരുന്നു, ഒരു രസമില്ല. എക്സാം വൃത്തിയായിട്ട് എക്സാമായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന എല്ലാവർക്കും ബൈ.